ഹലോ ഗൈസ്, ഇന്നൊരു കുട്ടി ട്രാവൽ ബ്ലോഗ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനിന്ന് വളരെ ഹാപ്പിയാണ്. എൻ്റെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനിലേക്കാണ് ഞാനിന്ന് പോകുന്നത്. വെളുപ്പിന് 3 മണിക്ക് ഒരുങ്ങിയിരിക്കുന്നതാണ്. അതെ, പണ്ട് കുട്ടിക്കാലത്ത് പല പിക്ചേഴ്സും കാണുമ്പോൾ ഇവിടെയൊക്കെ ഒന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. സത്യം പറയാലോ, ഞാൻ മാത്രമല്ല, നിങ്ങളിൽ പലരും ഇത് ആഗ്രഹിക്കുന്നുണ്ടാകും. എനിക്കതിന് എൻ്റെ കല്യാണം വരെ കാത്തിരിക്കേണ്ടി വന്നു. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ എല്ലാ ഡ്രീംസും സാധിച്ചു തരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ യാതൊരുവിധ ടെൻഷനും ഇല്ല. ഞാൻ ശരിക്കും ചിന്തിച്ചിട്ടുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് നമ്മുടെ ചുറ്റും എന്നെപ്പോലെയുള്ള ഒരുപാട് ഗേൾസ് ഉണ്ടാകും. നമ്മൾ ആത്മാർത്ഥമായിട്ടൊന്ന് ആഗ്രഹിച്ച ഈ ലോകത്ത് നടക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. എൻ്റെ കാര്യം തന്നെ ഞാൻ നിങ്ങളുടെ എക്സാമ്പിളായിട്ട് പറയാം. ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ ജർമ്മനി പോലുള്ളൊരു യൂറോപ്യൻ രാജ്യത്ത് എത്തുമെന്നും അവിടെ നിന്നും പോളണ്ടിൽ വന്ന് അവിടുത്തെ സ്ഥലങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുമെന്നും എൻ്റെ മനസ്സിൽ പോലും ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങളാണ്. ഓക്കെ, ഒരുപക്ഷെ ഞാൻ ജർമ്മനിയിൽ എത്തിയേക്കാം, എങ്കിലും വേറൊരു കൺട്രിയിൽ വന്ന് അവിടുത്തെ സംഭവങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കാമെന്ന് പറയുന്നത് അത് വേറൊരു അനുഭവം തന്നെയാണ്. ഞാനിപ്പോൾ 1 വർഷമായി ജർമ്മനി വന്നിട്ട് ഈ 1 വർഷത്തിനിടയ്ക്ക് ഞാനൊരു 10 തവണയെങ്കിലും പോളണ്ടിൽ പോയിട്ടുണ്ടാവും. എൻ്റെ ഹസ്ബൻഡ് അവിടെ ഉള്ളത് കൊണ്ടാണ് പോകുന്നത്. പോളണ്ടിൽ മിക്ക സ്ഥലങ്ങളും തന്നെ ഞാനിപ്പോൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇങ്ങോട്ട് വരാൻ ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ജർമ്മനിക്കുള്ള വിസയ്ക്ക് വെച്ചപ്പോൾ 3 തവണ എനിക്ക് റിജക്ഷൻ കിട്ടി, എങ്കിലും ഞാൻ തളർന്നില്ല. 4ാമത്തെ തവണയാണ് എനിക്ക് വിസ അടിച്ച് കിട്ടിയത്. അതെ, നമ്മൾ കഠിനാധ്വാനം ചെയ്ത് നമുക്ക് കിട്ടാത്തതായിട്ട് ഒന്നും തന്നെയില്ല. നമ്മുടെ അധ്വാനവും പ്രാർത്ഥനയും എല്ലാം നമ്മളെപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തെത്തിക്കും. കുറച്ച് മോട്ടിവേഷൻ ക്ലാസ് കൂടിപ്പോയോ എന്നൊരു സംശയം. എന്തായാലും ഇന്ന് ഞങ്ങൾ പോകുന്ന സ്ഥലത്തെപ്പറ്റി പറയാം. പോളണ്ടിലെ സാക്കോപാന എന്ന സ്ഥലം. സമ്മർ ടൈമിലും വിൻ്റർ ടൈമിലും വ്യത്യസ്ത ഭംഗിയുള്ള ഒരു വലിയ മല കയറാനാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. ചെറിയൊരു ട്രെക്കിംഗ് എന്ന് തന്നെ പറയാം. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ട്രെക്കിംഗ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചെറിയൊരു പേടി ഉള്ളിലുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. ഇത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഞങ്ങൾ താമസിച്ച അവിടുത്തെ റിസോർട്ടും അവിടുത്തെ ടൗണും കാഴ്ചകളൊക്കെ ആയിരുന്നു. ഒരു പഴമയിലേക്ക് തിരിച്ചു പോകുന്ന കുതിരവണ്ടികളും കടകളും ഒക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ബേസിക്കലി ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വഴിയോര കടകളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഓൺലൈനിലായിരുന്നു ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ അഫോർഡബിൾ റേറ്റിൽ നമുക്കിവിടെ റിസോർട്ടും ഹോട്ടലുകളൊക്കെ ബുക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്ന ഒരാൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വരിക. ഇവിടെ വന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ നിന്നാൽ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഓൺലൈൻ വഴി ചെക്ക് ചെയ്താൽ നമുക്ക് നല്ല അഫോർഡബിൾ റേറ്റിൽ എല്ലാ സൗകര്യങ്ങളുള്ള റിസോർട്ടുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കും. ഞങ്ങളുടെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അതെ, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആവശ്യമൊന്നും കഴിയുന്നത് വരെ ഉണ്ടാവില്ലല്ലോ. ഒരുപാട് മനോഹരമായ കാഴ്ചകളായിരുന്നു വഴിയിലുണ്ടായിരുന്നത്. പൈൻ മരങ്ങളും ചെമ്മരിയാടുകൾ നിറഞ്ഞ വലിയ വലിയ താഴ്വരകളും. ശരിക്കും മനോഹരമായ കാഴ്ച. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. സത്യം പറയാലോ, ട്രെക്കിംഗ് പകുതിയായപ്പോഴത്തേക്ക് ഞാൻ മടുത്തു. നമുക്കിതിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കാം. നെക്സ്റ്റ് ടൈം ആവുമ്പോൾ കുറച്ചുകൂടി എനർജി ഉണ്ടാവും. ഇതിപ്പോൾ സമ്മർ ടൈമിലാണ് ഞങ്ങളിവിടെ വന്നത്. വിന്റർ ടൈമിൽ ഇവിടെ വേറൊരു ഭംഗിയാണ്. ഈ താഴ്വരകൾ മുഴുവൻ മഞ്ഞാൽ മൂടപ്പെട്ടിരിക്കും. അതെ, വിന്ററിൽ ഒരിക്കൽ കൂടി ഇവിടെ വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോയാലോ?